ബി.ജെ.പിയെ ഒതുക്കാനായി ഇന്ത്യ സഖ്യം തുടങ്ങിയതിന്റെ പിറ്റേന്ന് മുതൽ കൊഴിഞ്ഞുപോകൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബി.ജെ.പിയുമായി എതിർത്ത് നിൽക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിലെ കാര്യം. പോരാത്തതിന് രാഹുൽ ഗാന്ധി നേതൃസ്ഥാനത്തിൽ നിന്ന് മാറണമെന്ന ആവശ്യവും വളരെ ശക്തമായി തന്നെയുണ്ട്. അത് മാത്രമല്ല, മമതാ ബാനർജിയൊക്കെ എപ്പോ പോകുമെന്ന് അവർക്ക് പോലും ഉറപ്പില്ലാതെ നിൽക്കുകയുമായിരുന്നു. അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ മണ്ടത്തരങ്ങളും. അംബാനിയെ എതിർക്കാൻ നിന്ന രാഹുലിന് അംബാനി കൊടുത്ത പണി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ ഈ പിളർപ്പ് എന്നത് പരസ്യമായ രഹസ്യമാണ്. കോൺഗ്രസ് തന്നെ വളർത്തിയ അംബാനിയെ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് എന്തിനെന്ന് രാഹുലിന് പോലും അറിയുന്ന കാര്യമല്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും അതെല്ലാം തിരിച്ചടിയായിരിക്കുന്നത് നെഹ്റു കുടുംബത്തിന് തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനാണ് ഈ തിരിച്ചടി എന്ന് നമുക്ക് പറയാം. ഉത്തർപ്രദേശിലെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ മുന്നണി പോരാളികളാണ് കോൺഗ്രസും സമാജ്വാദ് പാർട്ടിയും. ദേശീയ തലത്തിലും അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ദേശീയ തലത്തിലെ മിത്രങ്ങൾ സംസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ ശത്രുക്കളാകുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇന്ത്യ സഖ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സഖ്യത്തിൽ നിന്നും സമാജ്വാദ് പാർട്ടി പിന്മാറിയതിന് തൊട്ടു പിന്നാലെ ഡൽഹിയിലെ കോൺഗ്രസിന് ഇരുട്ടടി നൽകിയിരിക്കുകയാണ് അഖിലേഷ് യാദവ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്ന് കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് സമാജ്വാദ് പാർട്ടി. രാഹുൽ ഗാന്ധിയുടെ വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമാജ്വാദ് പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന പാർട്ടിക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഡൽഹിയിലും ഇന്ത്യ സഖ്യത്തിലെ വിള്ളലുകൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഡൽഹിയിൽ സഖ്യത്തിനില്ല എന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നേരത്തെ തന്നെ വ്യക്തമാക്കുകയും തങ്ങളുടേതായുള്ള നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായ സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. മഹാരാഷ്ട്രയിൽ സീറ്റ് ധാരണയിൽ കോൺഗ്രസുമായി ഇടഞ്ഞ അഖിലേഷ് യാദവിന്റെ പാർട്ടി ചില സീറ്റുകളിൽ തനിച്ച് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച മഹിളാ അദാലത്ത് പരിപാടിയിൽ സംസാരിക്കവെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പിന്തുണ അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമ്പോഴാണ് അയൽ സംസ്ഥാനമായ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകാനുള്ള എസ്.പിയുടെ തീരുമാനം എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിൽ അഖിലേഷിന്റെ പിന്തുണ ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ്.പി സഖ്യത്തിന് യു.പിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരു പാർട്ടികൾക്കിടയിലും ചെറുതല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രാദേശിക സഖ്യകക്ഷികളോടുള്ള കോൺഗ്രസിന്റെ നിഷേധാത്മക മനോഭാവം സഖ്യത്തിനുള്ളിൽ മറ്റൊരു കൂട്ടായ്മ രൂപപ്പെടാൻ ഇടയാക്കുന്നുവെന്ന വിലയിരുത്തലുകൾ ശക്തമായി തന്നെയുണ്ട്. ബി.ജെ.പിക്കെതിരായ പോരാട്ടത്തിൽ മറ്റ് സഖ്യകക്ഷികളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന കാഴ്ചയുമാണ് ഒരു മുതിർന്ന നേതാവ് എസ്.പി നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു കക്ഷിയായ CPM ഡൽഹിയിൽ 2 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.